ഇത്തിരി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ട് നമുക്ക് കറി വയ്ക്കാൻ. ഞണ്ട് കിട്ടി, ഞണ്ട് റോസ്റ്റ് ചെയ്യുക. ഞണ്ട് കട്ട് ചെയ്ത് എൻ്റെ വലിയ കാലെല്ലാം വെട്ടിയെടുത്ത് ഞണ്ട് കടിക്കും കയ്യിൽ. വലിയ കാലെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം ചെറുകാല കാലെല്ലാം കട്ട് ചെയ്ത് ഞണ്ട് കടിക്കുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെറുകാലൊക്കെ വെട്ടിയെല്ലാം കട്ട് വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളത്തിലോട്ട് കഴുകിയെടുക്കാൻ കൊണ്ട് ചെന്ന് അതിൻ്റെ കാലിൽ കെട്ടിയിരുന്ന ചണവും വള്ളിയെല്ലാം അറുത്ത് കളഞ്ഞ് വേസ്റ്റെല്ലാം കളഞ്ഞിട്ട് മാംസം കൊണ്ടുപോയി പെപ്പി കഴുകുക. ചെറുകാലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുകാലേ ഉള്ളൂ. ചെറുകാല് അതൊക്കെ ഇരുന്ന് കണ്ടിച്ചെടുത്ത് മുറിച്ചെടുത്ത് ഇനി അത് പിളർന്ന് അതിൻ്റെ തോടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് പെപ്പിൻ്റെ ഒട്ടി കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി തോടും അത് പിളർന്ന് കഴുകി പിറക്കിയാണ്. സൗണ്ടില്ലയോ? നല്ലോണം കഴുകി ഇനി തോടിളക്കി പിളർന്ന് തോട് മാറ്റിയതിന് ശേഷം അതിനകത്തിരിക്കുന്ന അഴുക്കുകളും കഴുകി വൃത്തിയാക്കി പൂവെന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതുമെല്ലാം എടുത്ത് മാറ്റി തോടെല്ലാം ഇളക്കി കളഞ്ഞ് അതിൻ്റെ അകത്തിരിക്കുന്ന കിടങ്ങളെല്ലാം ഇറക്കി കളഞ്ഞ് കഷ്ണങ്ങൾ അതിൻ്റെ പള്ളയിലൊരു പാള പോലൊരു വലിയ കാലം കൂടി കളഞ്ഞ് കറി വയ്ക്കാനായിട്ട് ഇച്ചിരി ഇളക്കിയെടുക്കാൻ പള്ളയിലൊരു പാള പോലൊരു സാധനമുണ്ട്. അത് ഇളക്കിയാണ് നല്ല ശക്തിയാണ് ഇളക്കാൻ. കായലുണ്ടായതുകൊണ്ട് വലുതല്ലി ഭയങ്കര കട്ടിയായിരിക്കും. ഒരു അതിൻ്റെ തീറ്റയൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, അതും എടുത്ത് കളഞ്ഞ് പിന്നെ അതിൻ്റെ പൂവെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഇനി അടുത്തായിട്ട് കറി വെക്കും. കഴുകി കൊണ്ടുവന്ന് വൃത്തിയാക്കി എല്ലാം എടുത്ത് പാലടുപ്പിൽ വെച്ച് രണ്ടായിട്ടും മുറിച്ചിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ അങ്ങനെ കഴുകി കൊണ്ടുവന്ന് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പിൽ ഒരു പാൻ വയ്ക്കാം. കറിവേപ്പില പാൻ വെച്ച് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കറിവേപ്പില ഇട്ട് ഇനി മുളകും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് കടുവിടാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് മൂപ്പിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉള്ളിയും ചെറുള്ളിയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചത്, അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് ഒന്നുകൂടെ മൂപ്പിക്കുന്നു. പച്ചമുളക് സവാളയും കൂടെ അരിഞ്ഞിട്ട് തട്ടിയിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതെല്ലാം വായുവൊക്കെ ഇളവാതിരിക്കുന്നതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോനെ ചേർക്കുന്നു. നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് അതും നല്ലതുപോലെ മൂപ്പിക്കുന്നു. അത് ഒരുവിധം ചുവന്ന് വരുമ്പോൾ തക്കാളി ഇടുന്നു. ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ നല്ല ടേസ്റ്റായ ശേഷം തക്കാളി ഇടുക. ഈ പൊടികളൊക്കെ ചേർക്കാം. ആദ്യം കളിയും കൂടെ ഇട്ട് മൂപ്പി മുളക് പൊടി ഒരു 3 സ്പൂൺ. ഇനി പൊടികളെല്ലാം ചേർക്കാം. ഇനി മുളക് പൊടി ആദ്യം വെച്ചാൽ മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് ഒരു വലിയ പിന്നെ ടീസ്പൂണിന് 3 സ്പൂൺ ഇടാം. ചുവന്ന കാശ്മീരി അതുപോലെ മുളക് പൊടി മൂപ്പിച്ച് അതിൻ്റെ പച്ചച്ചവയെല്ലാം മാറി. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് വേവണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കുരുമുളക് പൊടി വെള്ളം നേരത്തെ റെഡിയായി. അതിനകത്ത് ഞണ്ടും മൂപ്പിച്ചപ്പോഴേ കുറേ ഉപ്പിട്ടായിരുന്നു. കുരുമുളക് പൊടി വലിയ കാര്യങ്ങളൊക്കെ ഊർത്തിന്നാൻ നല്ല രസമാകത്തിന് പറ്റി വരുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഇവിടെ ചേർത്ത് നല്ലോണം നല്ലതുപോലെ പരുവത്തിന് വെള്ളം ഒഴിക്കുന്നു. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്രേവി തയ്യാറാക്കി വെള്ളം എല്ലാം പറ്റി ഞണ്ട് ഇറങ്ങിയിട്ട് അടച്ചു വയ്ക്കുന്നു. ഫ്രൈ ആയിട്ട് മാറും.
അടച്ച് കഴിഞ്ഞ് തുറന്ന് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇറങ്ങി ഗ്രേവിയൊക്കെ എടുത്ത് തിന്നാൽ എങ്ങനെ ഇരിക്കുമെന്നറിയോ, നാക്കും കൂടി ഇറങ്ങി റോസ്റ്റ് റെഡി ആയിട്ടാണ്. ഞണ്ടിപ്പോൾ കിട്ടാനില്ല. അതിൻ്റെ അരപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല കുഴയാറുണ്ട്. വളരെ രുചിയാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുക. ഗ്രേവി ചിരിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് എടുത്ത് വായിലോട്ട് വെക്കണം. നാവും കൂടി ഇറങ്ങി കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്.